വനിതാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, വനിതകളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി എനർജി ഉള്ളവരാണ്. ആ പെൺകുട്ടികൾക്ക് പറയാനുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ എനർജി നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ പുരുഷന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം. അപ്പോഴാണ് നമുക്കൂടെ ആദരവും ബഹുമാനവും നമുക്കും അതോടൊപ്പം തന്നെ നമുക്കും ലഭിക്കുകയും ചെയ്യും. പിന്നെ ഇന്നത്തെ ഒത്തിരി സ്ത്രീജനങ്ങൾ ഇങ്ങനെ സമയം ചുമ്മാതെ വേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വേസ്റ്റ് ആക്കില്ല. നമുക്ക് ദൈവം ഒരു ആയുസ്സല്ലേ നൽകിയിട്ടുള്ളൂ. ഈ ഒരു ആയുസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരിയേറെ നന്മകളുണ്ട്, ഒത്തിരിയേറെ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇന്ന് സ്ത്രീകൾ കൈയടക്കാത്ത സ്ഥലങ്ങളില്ല. ഞങ്ങളുടെ ചാവറപ്പിതാവ് പറയുന്നൊരു വാക്യമാണ്. ഞങ്ങളുടെ സഭാസ്ഥാപകൻ എന്ന് പറഞ്ഞ വിശുദ്ധ ചാവറപ്പിതാവാണ്. അന്നത്തെ കാലത്ത് 1866 ഞങ്ങളുടെ CMC സഭ തന്നെ ഉണ്ടായത്. അന്നത്തെ കാലത്ത് സ്ത്രീകളെന്ന് പറഞ്ഞത് എല്ലാവരും വീടുകളിൻ്റെ ഉള്ളറയിൽ കഴിയുന്നവരാണ്. അപ്പോൾ ചാവറപ്പിതാവ് പറയുന്നുണ്ട്, സ്ത്രീകൾക്കും കുട്ടികളുടെയും സമുദ്ധാരണം അതുകൊണ്ട് അന്നത്തെ കാലത്ത് കസ്തൂര പിന്നെ അങ്ങനെയുള്ള കൈവേലകളൊക്കെ പഠിപ്പിച്ച് അവരെ അടുക്കളയിൽ നിന്ന് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചാവറപ്പിതാവ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഇപ്പോൾ ഇന്നത്തെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ പൊതുവെ സമൂഹത്തിൻ്റെ അല്ലേ ഒത്തിരി മുൻപോട്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു സ്ത്രീയായി ജനിച്ചതിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഈ വനിതാ ദിനത്തിൽ എല്ലാ സ്ത്രീകളോടും എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് നൽകിയ ദൈവം നമ്മളൊരു സ്ത്രീയായി ജനിപ്പിച്ചെന്നോർത്ത് സന്തോഷിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകളും നമ്മുടെ ആരോഗ്യവും നമ്മുടെ അറിവുകളും മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുക. പുരുഷന്മാരെ സ്നേഹിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക. അതോടൊപ്പം തന്നെ പുരുഷന്മാരും സ്ത്രീകളോടും ബഹുമാനം കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക. അങ്ങനെ നല്ലൊരു നാളെ നമ്മുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വനിതാ ദിനത്തിൻ്റെ ആശംസകൾ. പ്രാർത്ഥനകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു.